സക്കേവൂസ് കയറി അവിടെ ഒളിച്ചിരുന്നത്. ആ ഒളിച്ചിരുന്ന സക്കേവൂസിനെ കാണുവാൻ കർത്താവ് അവിടേക്ക് കടന്നു വരികയാണ്. ഇതേപോലെ ഞാനാകുന്ന സിക്കമോർ മരത്തിലിരിക്കുന്ന എന്നെയും നമ്മെ ഓരോരുത്തരെയും ഇറക്കുവാൻ ഇതാ നമ്മുടെ മുൻപിൽ ഈശോ ആഗതനായിരിക്കുന്നു. നിന്നെ പേര് ചൊല്ലി വിളിക്കുകയാ. സക്കേവൂസേ എന്ന് പറഞ്ഞവൻ വേഗം ഇറങ്ങി വന്നതുപോലെ നാം ഓരോരുത്തരുടെയും പേര് വിളിച്ചുകൊണ്ട് ഈശോ പറയുകയാണ്, വേഗം ഇറങ്ങി വരിക. ഇന്ന് നിന്റെ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. ഉപവാസ പ്രാർത്ഥനയിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് വെടിയേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. കർത്താവെ, പാപികളും ബലഹീനരുമായിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങേ കരങ്ങളിലേക്ക് ഇതാ സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ രക്തം കൊണ്ട് ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് കലുഷിതമായ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയൊരു മനുഷ്യനെ ധരിക്കുവാൻ, വിശുദ്ധിയുള്ള മനുഷ്യനെ ധരിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരേക്കും കൃപ ഒഴുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് ശക്തമായൊരു മധ്യസ്ഥയാണ് പരിശുദ്ധ കന്യകാമറിയം. പ്രിയപ്പെട്ടവരെ, അമ്മയുടെ മടിത്തട്ടിലേക്ക്, അമ്മയുടെ വിവര ഹൃദയത്തിലേക്ക് നിന്നെയും എന്നെയും നമ്മുടെ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു ദിവസവും അര ദിവസവും പൂർണ്ണമായും വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അമ്മയുടെ വിവര ഹൃദയത്തോട് ചേർത്ത് യേശുവിന്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇരു കൈകളും ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തി നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധരെ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോയ്ക്ക് ആദ്യം സ്തുതി കൊടുക്കാം. ഈ മുന്നിൽ നിൽക്കുന്ന, ഇടത് നിൽക്കുന്ന എല്ലാവർക്കും ചിരിച്ചുകൊണ്ട് സ്തുതി കൊടുക്കുക. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എല്ലാവർക്കും സുഖാണോന്ന് ചോദിക്കൊന്നും വേണ്ടല്ലോ അല്ലേ? സുഖാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വചന പ്രഘോഷിക്കൊന്നും അല്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളിൽ ഒരുവൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. പണ്ട് ഇവിടെ ധ്യാനം കൂടുമ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു, ഒരു തൂണിന്റെ ചോട്ടിലിരുന്ന്. ഒരു വചനം പറയാൻ എനിക്ക് ശക്തിയും കൃപയും തരണമേന്ന് മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. എന്നോട് പലരും ചോദിക്കും, ചേച്ചി ഞങ്ങൾക്കും കൂടെ പ്രാർത്ഥിക്കണേ ഇതുപോലെ വചനം പറയാൻ, ഇവിടെ നിന്നുകൊണ്ട് വചനം പറയാൻ. ആദ്യമൊക്കെ മൈക്ക് പിടിക്കുമ്പോൾ എന്റെ കൈ ഇങ്ങനെ മറക്കുമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറയും, സ്റ്റാൻഡ് വെച്ച് തരണം. അവര് വിറക്കിയല്ലോ. ഇപ്പൊ സ്റ്റാൻഡും വേണ്ട, ഒന്നും വേണ്ട. ഞാൻ നന്നായിട്ട് ഇങ്ങനെ മൈക്ക് പിടിക്കും. ഇപ്പൊ വേറെയൊന്നുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഉപവാസ എന്നാ തുടങ്ങി? വൈകിട്ട് ഒരു 3 മണിയോടുകൂടി. 3 മണിയോടുകൂടി. എത്ര ദിവസമായി? എത്ര ദിവസം പിന്നിട്ടു? 24. ഇല്ല, 18 ദിവസം. 20. ആ, ഇന്ന് 18 ഇട്ടോ? നീ തീയതി 20. ഓക്കെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഉപവാസത്തെ കുറിച്ച് പഴയ നിയമത്തിൽ എവിടെയാ പറയുന്നതെന്നറിയാമോ? ഉപവാസത്തെ കുറിച്ച് എവിടെയാ? പഴയ നിയമത്തിൽ ഒരു അധ്യായമുണ്ട് ഉപവാസത്തെ കുറിച്ച്. ആർക്ക് പറയാം? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 1 മുതലുള്ള തിരുവചനം കേട്ടോ.
അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, മനുഷ്യൻ പിറുപിറുക്കുകയാണ്. ഞാൻ ഉപവസിച്ചു, ഞാൻ എന്തിനു ഉപവസിച്ചു, ഞാൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, ഞാൻ എന്തെല്ലാം ചെയ്യുന്നുണ്ട്, ഞാൻ അത് ചെയ്യുന്നുണ്ട്. പക്ഷെ കർത്താവ് ഇപ്രകാരം പറയുന്നു, എന്താണ് ഉപവാസം എന്ന് അവിടെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ ഇങ്ങനെയാണ് പറയുന്നത്. 6 മുതലുള്ള തിരുവചനം: ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുകത്തിന്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ മുഖങ്ങളും ഒഴിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം. വിശക്കുന്നവനുമായി ആഹാരം പങ്കുവെക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത്. അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരയും, നീ വേഗം സുഖം പ്രാപിക്കും. നിന്റെ നീതി നിന്റെ മുൻപിലും കർത്താവിന്റെ മഹത്വം നിന്റെ പിൻപിലും നിന്നെ സംരക്ഷിക്കും. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമിടും. നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും. മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്നും ദൂരെ അകറ്റുക. എന്നിട്ട് പറയുകയാണ്, വിശക്കുന്നവർക്ക് ഉദാരമായി ഭക്ഷണം കൊടുക്കുകയും പീഡിതർക്ക് സംതൃപ്തി നൽകുകയും ചെയ്താൽ നിന്റെ പ്രകാശം അന്ധകാരത്തിൽ ഉദിക്കും. 11-ാമത്തെ വചനം ഇപ്രകാരമാണ് പറയുന്നത്: കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും, നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും, നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ നീയും ഞാനും ആകും. എപ്പോൾ? 6 മുതലുള്ള വചനം നാം അനുഷ്ഠിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, നിന്നെ നിരന്തരം നയിക്കുവാൻ, നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുവാൻ, നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ ആകുവാനായിട്ട് നീ എന്തു ചെയ്യണമെന്നാണ് ഉപവാസത്തെ കുറിച്ച് കർത്താവ് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള തിരുവചനം, അവിടെ സാത്താൻ, അതായത് ലഘ്യൂൻ ബാധിച്ച ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. വായിച്ചിട്ടുണ്ടോ? 5-ാം അധ്യായം 1 മുതലുള്ള തിരുവചനം. അവിടെ ഇപ്രകാരമാണ് പറയുന്നത്: അവൻ ശവക്കല്ലറകളിലാണ് താമസിച്ചു കൊണ്ടിരുന്നത്. ഈ വാക്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എന്റെ ജീവിതത്തിൽ അത് ഉണ്ടോ എന്ന് ഒരു ആത്മശോധന ഈശോയുടെ മുമ്പിലിരുന്ന് നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന്, ആ വ്യക്തി ശവമായ അവസ്ഥയായിരുന്നു. എന്താണ്? ചത്തുനിൽക്കും ജീവിച്ചിരിക്കലും. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2, അത് ഇപ്രകാരമാണ് പറയുന്നത്: പരിസരബോധം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. 3, കല്ലറകളിൽ, എപ്പോഴും കല്ലറകളിൽ മാത്രം താമസിക്കുന്ന ഒരു വ്യക്തി, ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥ. എന്താണ് ചങ്ങലകൾ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ജീവിതത്തിലുള്ള ചങ്ങലകൾ എന്തൊക്കെയാണെന്നും അത് ഞാൻ തന്നെ പൊട്ടിച്ചെറിയേണ്ട ഒരവസ്ഥയാണ് ഉപവാസ പ്രാർത്ഥനകളിലൂടെയും നോമ്പുകളിലൂടെയും ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ചങ്ങലകളിലൂടെ, അതായത് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന തിന്മയുടെ അവസ്ഥകളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഒരു നിമിഷം ഒന്ന് നിൽക്കുവാനും എന്നെ തന്നെ ആത്മശോധന ചെയ്തുകൊണ്ട് ഞാൻ എന്നെ തന്നെ ഒന്ന് വിശുദ്ധീകരിച്ച് എന്നെ തന്നെ ഒന്ന് പക്വത വരുത്തി എന്നെ തന്നെ ഈശോയുടെ മുമ്പിലേക്ക് സമർപ്പിക്കുവാനുള്ള ഒരു സമയമാണ് ഉപവാസ പ്രാർത്ഥന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉപവസിക്കണമെങ്കിലും ഒരു കൃപ വേണം. ഹല്ലേലൂയ. ഉപവസിക്കണമെങ്കിൽ എന്ത് വേണം? ഇല്ലെങ്കിലൊന്നും നടക്കത്തൊന്നുമില്ല. ഹല്ലേലൂയ. അതിന് പരിശുദ്ധാത്മാവിന് ശക്തി ഇല്ലാതെ ഒരു നിമിഷം പോലും ഉപവസിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നുണ്ട്, പരിയാരത്ത് ഉപവാസ പ്രാർത്ഥന വെച്ചപ്പോൾ 15 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചി തളർന്നു വീണു. ഓർക്കുന്നുണ്ടോ? ഓടഞ്ചേരിയിൽ വന്നൊരു ചേച്ചിയാ. പക്ഷെ വീണ്ടും അവൾ ചടകുടഞ്ഞ് എഴുന്നേറ്റു. ഹല്ലേലൂയ. വീഴും, എന്നാൽ വീണെടുത്ത് കിടക്കരുത്. എന്ത് ചെയ്യണം? എഴുന്നേൽക്കണം. ഹല്ലേലൂയ.
ധൂർത്തപുത്രൻ എപ്പോഴാ എഴുന്നേറ്റെന്നറിയാവോ? ധൂർത്തപുത്രൻ എവിടെയാ കടന്നിരുന്നേ? പന്നിക്കൂട്ടിലെ. അവൻ എപ്പോഴാ എഴുന്നേറ്റെന്നറിയാവോ? ഭക്ഷണം തവിട് പോലും കിട്ടാതെ വന്നപ്പോൾ അവൻ എന്ത് ചെയ്തു? പന്നിയുടെ അടുത്തേക്ക് പോയിട്ടും ആ പന്നി കൊടുത്തില്ല. പന്നികളൊന്നും കൊടുക്കത്തൊന്നുമില്ല. അവസാനം ഇവന് വിശപ്പ് സഹിക്കാൻ വയ്യാതെ, എന്തിന്റെ വിശപ്പാന്നറിയാവോ? ശരീരത്തിന്റെ വിശപ്പല്ല, ആത്മീയ വിശപ്പ്. പ്രിയപ്പെട്ടവരെ, അവന് സുബോധമുണ്ടായി. സുബോധമുണ്ടായപ്പോൾ അവൻ എന്ത് ചെയ്തു? എന്തോ ചിന്തിക്കുന്നതിന് മുമ്പേ അവൻ ഒരു കാര്യം ചെയ്തു. എന്ത് ചെയ്തു? അല്ല, അവൻ എഴുന്നേറ്റ് ഉന്നതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തി. എവിടെയാ? സ്വർഗത്തിലാ. എവിടെയാ ഈശോ ഇരിക്കുന്നേ? സ്വർഗത്തിൽ, അല്ലേ? അവൻ ആ മുകളിലേക്ക് നോക്കാതെ സ്വർഗത്തിൽ ഇരിക്കുന്ന ദൈവത്തെ കാണാൻ പറ്റുമോ? പന്നി നോക്കുന്ന പോലെ എപ്പോഴും മുന്നോട്ട് താഴോട്ട് കുനിഞ്ഞു പോയാൽ ഒന്നും കാണത്തില്ല. ഇവൻ എന്ത് ചെയ്തു? സുബോധം വന്നപ്പോൾ അവൻ കണ്ണുകൾ ഉയർത്തി മുകളിലേക്ക് നോക്കി. അതിനുശേഷമാണ് അവൻ പറയുന്നത്, പിതാവേ, അങ്ങേക്കെതിരായും നിനക്കെതിരായും ഞാൻ പാപം ചെയ്തു. നിന്റെ മകനെന്ന് മകളെന്ന് വിളിക്കാൻ ഞാൻ നിന്റെ മകനെന്നും മകളെന്നും വിളിക്കാൻ ഞാൻ യോഗ്യയല്ല എന്ന് ആർക്ക് എപ്പ പറയാൻ തോന്നുന്നുവോ അവിടെ കർത്താവ് അനുഗ്രഹം ചൊരിയും. ഹല്ലേലൂയ. ഞാൻ എന്ന ഭാവത്തിൽ, ഞാൻ എന്ന അഹങ്കാരത്തിൽ നിന്നാൽ ദൈവാനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കുകയില്ല. ഉറപ്പാ. ഹല്ലേലൂയ. കുറവില്ലാത്ത മനുഷ്യൻ ആരെങ്കിലും ഉണ്ടോ? ഈ കൂട്ടത്തിൽ ആരെങ്കിലും കുറവില്ലാത്തവരോടൊന്ന് കൈവന്തിച്ച്. അത് പറയാൻ പാടില്ല, ഒരിക്കലും നമ്മൾ പറയരുത്. നീ ഇപ്പൊ പറഞ്ഞ തെറ്റാ. അവനെല്ലാം മുഴുവനും കുറവാന്ന് എന്തുകൊണ്ട് നീ പറഞ്ഞു? പറയാൻ പാടില്ല. കാരണം അവന് കുറവുണ്ടെന്ന് ആർക്കറിയാം? കർത്താവിനറിയാം. നിനക്കൊരു കുറവുള്ളത് കൊണ്ടാണ് നീ പറഞ്ഞത് ഇവനൊരു മുഴുവൻ കുറവാണ്. പ്രിയപ്പെട്ടവരെ, കുറവോടുകൂടിയാണ് കർത്താവ് നമ്മെ സൃഷ്ടിച്ചത്. ഈ കുറവിലേക്കാണ് കർത്താവ് നമ്മളെ നോക്കുന്നത്. ഈ കുറവോടുകൂടിയാണ് ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്, അല്ലേ? മനുഷ്യൻ നമ്മളെ സ്നേഹിക്കുകയില്ല കേട്ടോ, ഒരിക്കലും സ്നേഹിക്കത്തില്ല. അവർ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, കാര്യലാഭത്തിന് വേണ്ടി, കാര്യം നടക്കാൻ വേണ്ടി കുട്ടിമുരുടിയൊക്കെ നിൽക്കും. കാര്യം നടന്നു കഴിഞ്ഞാൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, കാര്യം നടക്കുപോലെ നാരായണ പൂരായണ കാലം കടന്നാൽ, അല്ലേ? പക്ഷേങ്കില് നമ്മെ ഒരിക്കലും പറ്റിക്കാത്ത, പറഞ്ഞു പറ്റിക്കാത്ത, ഒരിക്കലും നമ്മളെ വഴിയിൽ ഉപേക്ഷിക്കാത്ത ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. അതാരാണ്? ഈശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞില്ലേ യെശയ്യാ പുസ്തകം 58:11, അല്ലേ? കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും, നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും, നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെ നീയും ഞാനും ആകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാനും നിങ്ങളും ഇവിടെ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ കരുണയല്ലാതെ, കൃപയല്ലാതെ മറ്റൊന്നുമല്ല ഇവിടെ ഇരിക്കാൻ യോഗ്യത ലഭിച്ചത്. ഹല്ലേലൂയ. എവിടെയൊക്കെയോ ആയിരുന്നു നമ്മെ ഓരോരുത്തരെയും കൂട്ടിച്ചേർത്ത് ഈശോയുടെ തിരുസന്നിധിയിൽ ഇരിക്കണമെങ്കിൽ അതിനൊരു കൃപ തന്നെ വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പറഞ്ഞു, ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട അവസ്ഥ. എന്റെ മനസ്സ് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണോ? ചങ്ങലകളാൽ കെട്ടപ്പെട്ടിരിക്കുകയാണോ? ഒന്ന് ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. ഈ മനസ്സ്, ഈ ഹൃദയം അടച്ചുപൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് തുറക്കേണ്ട സമയമായിരിക്കുന്നു എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ വീണ്ടും പറയുകയാണ്, അതുപോലെ തന്നെ അലറി വിളിച്ചു പോകുന്ന ഒരവസ്ഥയായിരുന്നു ഈ ലഘ്യം ബാധിച്ച ഒരു മനുഷ്യന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എപ്പോഴും അലറി വിളിച്ച് ചറുപുറാന്ന് പറഞ്ഞ് എപ്പോഴും പിറുപിറുത്തുകൊണ്ട് അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. തന്നെ തന്നെ മുറിപ്പെടുത്തുകയും അവരെ മുറിക്കപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയിലൂടെയാണ് അവൻ കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ ആരെയെങ്കിലും മുറിപ്പെടുത്തുകയോ, ഞാൻ എന്നെ തന്നെ മുറിപ്പെടുത്തുകയോ ചെയ്യുന്നുണ്ടോ?
പോകുന്നത്. ഹല്ലേലൂയ. നമ്മളും ഒരു കാലത്ത് ദൂർത്ത പുത്തനെ പോലെ ഒരു ബോധവും ഇല്ലാണ്ട് കഴിഞ്ഞവരാ. ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് എന്നിലും നിങ്ങളിലും പ്രവഹിക്കാൻ തുടങ്ങിയപ്പോൾ, പരിശുദ്ധാത്മാവ് എന്നിൽ നിറഞ്ഞപ്പോഴാണ് എനിക്ക് നിനക്കൊക്കെ സുബോധം കിട്ടിയത്. ഇപ്പോഴും വന്നോന്ന് പോലും അറിയത്തില്ല. ഹല്ലേലൂയ. ഇപ്പോഴും എല്ലാവരും പന്നിക്കുട്ടി തന്നെയാണോ എന്നൊരു സംശയമുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറയും, പന്നിക്കുട്ടിലാണെങ്കിൽ ഒരു വലിയ മുട്ടൻ വടിയെടുത്ത് പന്നി എപ്പോഴാ തലവെക്കുമെന്ന് അറിയാവോ? എവിടെ കൊള്ളണം? തലക്കിട്ട് കൊടുക്കണം. തലക്കിട്ട് മർമ്മത്ത് കൊടുത്താലേ പന്നി ചാടല്ലടാ പൊക്കത്തിലേക്ക് നോക്കത്തുള്ളൂ. അപ്പൊ നമുക്കൊക്കെ ഓരോ അടി കിട്ടാത്തതിന്റെ സുഖം നമ്മളും മുകളിലേക്ക് നോക്കാത്തത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇങ്ങനെ ഞാനൊരു ദിവസം സീനായി പള്ളിയിലെ ധ്യാന കേന്ദ്രത്തിൽ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ ഹല്ലേലൂയ ഹല്ലേലൂയ എന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും. ഹല്ലേലൂയ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? ദൈവത്തിന് സ്തുതി, അത്രേ ഉള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തുതി, നന്ദി, സ്തുതി, സ്തോത്രം അതില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തുതി. ഹല്ലേലൂയ. ദൈവത്തിന് മാലാഖമാരുടെ ഭാഷയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പോ അതിനകത്ത് കമന്റ്സ് എഴുതിയിരിക്കണേ, ഈ അസ്ഥാനത്തുള്ള ഹല്ലേലൂയ ഒന്ന് ഒഴിവാക്കാവോ? കമന്റ്സ് ഞാൻ നോക്കിയിട്ട് നല്ലൊരു കമന്റ്സ് അങ്ങോട്ട് വിടും. ഹല്ലേലൂയ. അപ്പൊ ഒരു പെണ്ണ്, ഒരു പെന്തിക്കോസുകാരത്തി പെണ്ണാന്ന് തോന്നുന്നു, ആ പെണ്ണ് പറയുകയാണ്, പരിശുദ്ധി അമ്മയ്ക്ക് സ്ഥാനമൊന്നുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞു, പരിശുദ്ധി അമ്മയ്ക്ക് സ്ഥാനമില്ലെങ്കിൽ ഈശോ പിന്നെ എങ്ങനെയാ വന്നതെന്ന് ചോദിച്ചു. കമന്റ്സ് ആട്ടോ. അപ്പൊ അതിന് പിന്നെ ഉത്തരവൊന്നുമില്ല. അപ്പൊ പരിശുദ്ധി അമ്മ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഇവിടെ ഇരിക്കുവോ? ഈശോയുടെ മുമ്പില് ഇരുന്നേ? ഒരിക്കലും ഇല്ല. പരിശുദ്ധി അമ്മ, പരമപരിശുദ്ധയായ അമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിച്ച യേശുക്രിസ്തുവിനെ ഇന്ന് നമ്മൾ ഇവിടെ ഇരുന്ന് ധ്യാനിക്കുന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് സ്ഥാനം ഉണ്ട്, ഉറപ്പാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പിന്നെ ആരെന്തെല്ലാം പറഞ്ഞാലും ഒരു കമന്റ്സ് ഉണ്ടാവുമല്ലോ, ഉണ്ടാവും, ഉറപ്പാ. അപ്പൊ എന്നോട് പല കമന്റ്സുകളും ചോദിച്ചു. ഞാൻ അതിനൊക്കെ ഉത്തരം കൊടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ മുൻപിൽ ശാന്തമായി ഇരുന്നു കൊണ്ട് ദൈവവചനം ശ്രവിക്കുകയും ദൈവവചനം ജീവിക്കുകയും ദൈവവചനം പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഞാൻ ക്രിസ്തുവിന്റെ മകനും മകളുമായി തീരുന്നത്. കുറവുകളുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആരാണ് ക്രിസ്ത്യാനി? ആരാ ക്രിസ്ത്യാനി? ഉത്തരം പറ. ഉത്തരം ശരിയായിട്ടുള്ളത് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് പിന്നെ ചോദിക്കുന്നത്. ക്രിസ്ത്യാനി ആരാണ്? ആരാ ക്രിസ്ത്യാനി? മോനെ കൈയിട്ടിരിക്കുന്ന മോനെ ഒന്നും പറ. അറിയില്ല? അയ്യോ, അതിനെ പറ്റി ക്രിസ്തുവിനെ നിങ്ങൾ ഇംഗ്ലീഷ് പറഞ്ഞു, ഇത് മലയാളം പറഞ്ഞു, അത്രേ ഉള്ളൂ. ഹല്ലേലൂയ. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ, അനുകരിക്കുന്നവൻ, അല്ലേ? അങ്ങനെയൊക്കെ ഉത്തരം പറഞ്ഞേ. ശരിക്കും പറഞ്ഞ അനുഗമിച്ചവരും ഉണ്ട്, അനുകരിച്ചവരും ഉണ്ട്. അവരൊക്കെ എവിടെ ഓടിപ്പോയി? ഒരുത്തനാണ് ഒറ്റിക്കൊടുത്തു, ഒരുത്തനാണ് തള്ളിപ്പറഞ്ഞു. അനുകരിച്ചവനും ദൈവത്തെ അനുഗമിച്ചവനൊക്കെ ഓടിപ്പോയി. പക്ഷേ ആരാണ് ക്രിസ്ത്യാനി? ദൈവത്തെ അനുഭവിക്കുന്നവനാണ് ക്രിസ്ത്യാനി. ഹല്ലേലൂയ. ദൈവത്തെ സ്വജീവിതത്തിൽ അനുഭവിക്കുന്നവനാണ് ക്രിസ്ത്യാനി. കാരണം എന്ത് പ്രശ്നങ്ങൾ കടന്നു വന്നാലും, എത്രയെല്ലാം തിക്താനുഭവങ്ങൾ കടന്നു വന്നാലും, അനുകരിക്കുന്നവനും അവന്റെ കൂടെ നടക്കുന്നവനെല്ലാം ഇട്ടേച്ചു പോകും, ഉറപ്പാ. നിങ്ങൾക്കും പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോകാം. ഞാൻ പറഞ്ഞിട്ടില്ല, കർത്താവ് പറഞ്ഞതാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ ഞാൻ എന്റെ ജീവിതത്തിൽ യേശുവിനെ ആഴമായി അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോകില്ല. ഹല്ലേലൂയ. യോബിന്റെ പുസ്തകം പറഞ്ഞു 42-ാം അധ്യായത്തിലെ, ഞാൻ ഇതുവരെ യേശുവിനെ കുറിച്ച്, ദൈവത്തെ കുറിച്ച് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ എന്റെ നയനങ്ങൾ ഇപ്പോൾ യേശുവിനെ, ദൈവത്തെ ദർശിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശുവിനെ ദർശിക്കണമെങ്കിൽ, യേശുവിനെ അനുഭവിക്കണമെങ്കിൽ യേശുവിന്റെ കൂടെ നടക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ യേശുവിന്റെ കൂടെ നടന്നാൽ തളർച്ചയില്ല, തകർച്ചയില്ല. എന്തെല്ലാം അപമാനങ്ങൾ കടന്നു വന്നാലും, പ്രശ്നങ്ങൾ കടന്നു വന്നാലും നമ്മൾ ഒരിക്കലും കുരുങ്ങുകയില്ല. അവിടെ ഒരു പാട്ട് പാടിയില്ലേ,
തളരരുതേ മനമേ. ഹല്ലേലൂയ. തളരുകയില്ല, തളർച്ച വരികയില്ല. കാരണം കൂടെ ആര് വേണം? യേശു വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ പുസ്തകം പറയുന്നത് ശക്തനും ധീരനുമായിരിക്കുക, നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. എന്നെ ആദ്യം നവീകരണത്തിലേക്ക് ശാലോമിലൂടെ വന്നപ്പോൾ എനിക്ക് തന്ന ഒരൊറ്റ വചനമാണ് കിട്ടിയ വചനം. ഏശയ്യാ 41:10 മുതൽ. വിദൂര ദിക്കുകളിലായിരുന്നു നിന്നെ ഞാൻ വിളിച്ചു, ഭയപ്പെടേണ്ട, ഞാനാണ് നിന്റെ ദൈവം. സംഭ്രമിക്കേണ്ട, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും എന്റെ വിജയകരമായ വലതുകൈ കൊണ്ട് താങ്ങി നിർത്തുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്നും എന്റെ ജീവിതത്തിൽ എന്നെ താങ്ങി നിർത്തുന്ന ഒരേ ഒരു വ്യക്തിത്വമാണ് യേശുക്രിസ്തു. പിന്നെ എന്നെ താങ്ങി നിർത്തുന്ന രണ്ടാമത്തെ വ്യക്തിത്വമാണ് പരിശുദ്ധ അമ്മ. 3, എന്നെ താങ്ങി നിർത്തി എന്നെ വഴി നടത്തുന്ന മൂന്നാമത്തെ വ്യക്തിത്വമാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ത്രിത്വം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, യേശുവും മാതാവും യൗസേപ്പ് പിതാവും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, കാരണം നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകാൻ നമുക്ക് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ യൗസേപ്പ് പിതാവിന്റെ ആ ജീവചരിത്രം വായിച്ചു നോക്കണം, പരിശുദ്ധ അമ്മയുടെയും ജീവചരിത്രം വായിക്കണം, യേശുവിന്റെ ജീവചരിത്രം നമ്മളിപ്പോ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ കുലുക്കം തട്ടുകയില്ല. വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ വ്യാകുലങ്ങളുണ്ട്. ഉണ്ടെന്നറിയാവോ? ഉണ്ട്. യൗസേപ്പ് പിതാവിന്റെ വ്യാകുലങ്ങൾ ധ്യാനിക്കണം. പരിശുദ്ധ അമ്മയുടെ 7 വ്യാകുലങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാവോ? പറഞ്ഞോ. സെമിയോന്റെ പ്രവചനം. സെമിയോന്റെ പ്രവചനം എന്ന് പറയും. പറഞ്ഞു. ഒന്ന് കുരിശിന്റെ വഴി യാത്ര, പിന്നെ പിന്നെ മടി കെട്ടുന്നത്, പിന്നെ കല്ലറയിൽ അടക്കുന്നത്. 6 ആയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നാൾ പറഞ്ഞായിരുന്നു, പരിശുദ്ധ അമ്മയുടെ വ്യാകുലങ്ങളും വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ വ്യാകുലങ്ങളും കൂടിച്ചേർത്ത് യേശുവിന്റെ പീഡാസഹനം ധ്യാനിക്കണം. എങ്കിലേ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. പരിശുദ്ധയുടെ വ്യാകുലം ധ്യാനിച്ചാലല്ലേ പീഡാസഹനത്തിലേക്ക് പോകാൻ പറ്റൂ. സമർപ്പിച്ചെങ്കിൽ മാത്രമേ പീഡാസഹനം ഏറ്റെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. വീണ്ടും ഇവിടെ വരെ പറയുന്ന അലറി വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, സ്വയം മുറിവേൽപ്പിക്കുകയും മുറിപ്പെടുത്തുകയും ചെയ്യുന്ന അവസ്ഥ, ഇതാണ് സാത്താൻ ബാധിച്ച, ലഘ്യോൻ ബാധിച്ച വ്യക്തികളുടെ ലക്ഷണം എന്നാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നത്. ഹല്ലേലൂയ. വീണ്ടും ഇങ്ങനെ പറയുന്നു, പക്ഷേ ഇവന് ഒരു കാര്യം അറിയാമായിരുന്നു, ദൈവമാണ്, ദൈവപുത്രനാണ് എന്റെ മുൻപിൽ നിൽക്കുന്നതെന്ന്. പക്ഷെ ദൈവമക്കൾക്ക് അറിയത്തില്ല. ഹല്ലേലൂയ. ലഘ്യോൻ ബാധിച്ച വ്യക്തിക്ക് അറിയാം, എന്റെ മുമ്പിൽ നിൽക്കുന്നത് മഹോന്നതനായ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവാണെന്ന് ഈ പിശാച് ബാധിച്ച മനുഷ്യന് ശക്തമായി അറിയാമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ഓരോ ചുവടും നാം ധ്യാനിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും എന്നുള്ളത് സത്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വ്യക്തിഹത്യ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ലഘ്യോൻ ബാധിച്ച വ്യക്തി. ചിലർ പറയുന്നില്ലേ, ചിലർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ കണ്ടതെല്ലാം എടുത്ത് എറിയുന്ന കണ്ടിട്ടുണ്ടോ? എറിയുന്ന മാത്രമല്ല, അടുത്ത് നിൽക്കുന്ന ആളെ പോലും വേണമെങ്കിൽ എടുത്തെറിയാനുള്ള ദേഷ്യം വരും. വ്യക്തിഹത്യ ചെയ്യുന്ന ഒരവസ്ഥ, മാനസികമായി പിരിമുറുക്കത്തിലൂടെ മറ്റുള്ളവരെ പലതരത്തില് അപകടപ്പെടുത്തുവാനും അവരെ പലതരത്തില് അപമാനിക്കപ്പെട്ട് അവരെ അടിച്ചമർത്താനും ശ്രമിക്കുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയാണോ
ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ദൈവത്തിന്റെ മക്കളാണെങ്കിൽ ദൈവം പറയുന്ന കാര്യങ്ങൾ കുറച്ചെങ്കിലും കേൾക്കുന്നത് നല്ലതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. പൂർണ്ണമായിട്ടും കേൾക്കാൻ പറ്റില്ലെങ്കിൽ ഇച്ചിരിയെങ്കിലും കേൾക്കുന്നത് നല്ലതാണ്. നിങ്ങളെ കുറ്റപ്പെടുത്തുന്നല്ല കേട്ടോ. കുറ്റപ്പെടുത്തുന്നെന്ന് തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും? ഉണ്ടെങ്കിൽ പറയാട്ടോ. ഹല്ലേലൂയ. കുറ്റപ്പെടുത്താൻ ഞാൻ ആരാ? കാരണം എനിക്ക് കുറെ കുറ്റങ്ങളുണ്ട്. അങ്ങനെയുള്ള ഞാൻ ആരെങ്കിലും പക്ഷെ കണ്ടതുപോലെ പറയും. ഹല്ലേലൂയ. തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നത് നല്ലതാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരാം, ഇഷ്ടപ്പെട്ടില്ലെന്നും വരാം. ഹല്ലേലൂയ. പക്ഷെ പറഞ്ഞില്ലെങ്കിൽ ദൈവം നിന്നോട് ചോദിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധിയിലേക്കുള്ള ലക്ഷണമാണ് പ്രശ്നങ്ങളും പ്രതിസന്ധികളും തകർച്ചകളും ദുരിതങ്ങളും സഹനങ്ങളും പലതും. ഹല്ലേലൂയ. നീ വിശുദ്ധയാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് പറയുന്നുണ്ട്, നിനക്ക് മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും ദൈവം അനുവദിക്കുകയില്ല. ഇനി അഥവാ അനുവദിച്ചാൽ അതിനെ അതിജീവിക്കുവാനുള്ള ശക്തിയും കൂടെ കർത്താവായ ദൈവം നിനക്ക് തരും. ഹല്ലേലൂയ. യെശയ്യാ 59:2 എന്താ പറയുന്നത്? അറിയോ? നോക്കണോ എന്റെ പൊന്നെ? പഴയ വചന യെശയ്യാ 59:2. അയ്യോ, അതിന്റെ ബാക്കി പറ. 59:2 കുളു പറഞ്ഞുതരാം. രക്ഷിക്കാൻ കഴിയാത്ത വിധം അവിടുത്തെ കരം കുറുകിപ്പോയിട്ടില്ല. കേൾക്കാനാവാത്ത വിധം അവിടുത്തെ മാന്യം സംഭവിച്ചിട്ടില്ല. കഴിഞ്ഞോ? ഇല്ല. ഹല്ലേലൂയ. ഇത് പലരും പറയുന്നുണ്ട്, ഞാൻ കുറെ വർഷങ്ങളായി ഈ ചാപ്പലിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, ആ ചാപ്പലിൽ പോകുന്നു, ധ്യാനങ്ങൾ കൂടുന്നു, പല പ്രാവശ്യം ഞാൻ പ്രാർത്ഥിച്ചു, പക്ഷെ എനിക്ക് ഉത്തരം ഇതുവരെയും കിട്ടിയിട്ടില്ല. കിട്ടാത്ത എന്താന്ന് ബാക്കി വായിച്ചേ. നിന്റെ അകൃത്യങ്ങളും പാപങ്ങളുമാണ് ദൈവത്തെയും നിന്നെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത്. നിന്റെ മുഖം ദൈവത്തിൽ നിന്ന് മറച്ചിരിക്കുന്നു. ആയതിനാൽ നിന്റെ പ്രാർത്ഥന ഞാൻ കേൾക്കുന്നില്ല. അത് പറയത്തില്ല. ഈ രണ്ട് വാക്യം മാത്രം പറയും. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം മുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം കാതുകൾക്ക് മാന്യം സംഭവിക്കില്ല. പക്ഷെ എന്തുകൊണ്ട് ഇനി കേൾക്കുന്നില്ല? എപ്പോ ഷെയറിംഗിൽ വന്നാലും ആരും നിങ്ങളുടെ ജീവിതം പരിശോധിച്ചോ, കുറെ വർഷങ്ങളായി പ്രാർത്ഥിച്ചോ, ഒന്നും കിട്ടുന്നില്ലെന്ന് പറയുന്നു. പക്ഷെ ഈ വചനം പറഞ്ഞു കൊടുത്താൽ മതി, അടുത്ത വചനം പറഞ്ഞു കൊടുത്താൽ മതി. ജെറമ്യായുടെ പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ അല്ലേ, കർത്താവ് നിന്നെ കുറിച്ചുള്ള ഒരു പദ്ധതിയെ കുറിച്ച് പറയുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നിന്റെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. നീ അനുസരിക്കാൻ തയ്യാറെങ്കിൽ, അപ്പൊ അനുസരിക്കാത്ത കൊണ്ടല്ലേ കൃപ കിട്ടാത്തെ. ഹല്ലേലൂയ. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം, നാം നിയമങ്ങൾ അനുസരിച്ച് മുൻപോട്ട് പോകുമ്പോൾ ദൈവം തരുന്ന അനുഗ്രഹങ്ങളും നിയമം ലംഘിച്ചു പോകുമ്പോഴുള്ള ദൈവത്തിൽ നിന്നുള്ള ശാപങ്ങളും അതൊന്ന് വായിച്ചു നോക്കണം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. നിയമം പാലിക്കാൻ വിഷമമുണ്ടോ? നിയമങ്ങൾ പാലിക്കാൻ വിഷമമുണ്ടോ? നിയമങ്ങൾ പാലിക്കാൻ വിഷമമുണ്ടോ ചേട്ടാ? ഉണ്ടോ? കർത്താവ് അത്ര ഈടുറ്റ നിയമങ്ങളൊന്നും തന്നിട്ടില്ലല്ലോ. പക്ഷെ നമുക്ക് വിഷമായിരിക്കാം. കർത്താവ് തന്നിരിക്കുന്ന നിയമങ്ങൾ ലോലമായതാ. അത് വായിച്ചു നോക്കി 10 കൽപ്പനകൾ, നിയമങ്ങൾ എന്ന് പറഞ്ഞ 10 കൽപ്പനകൾ, അത് തന്നിരിക്കുന്നത് വായിച്ചു നോക്കിയാല് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റാത്തത് പ്രിയപ്പെട്ടവരെ 100% ആ കൽപ്പനകൾ അനുസരിക്കാൻ പറ്റും. പക്ഷെ ഒരാൾ നമ്മുടെ കൂടെ വരണം. ആര് വരണം? ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളിൽ ആദ്യത്തെ എന്തുവാ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാൽ നിറഞ്ഞെങ്കിൽ മാത്രമേ വരങ്ങൾ കൊണ്ടും ദാനങ്ങൾ കൊണ്ടും അർത്ഥമുള്ളൂ. അല്ലാതെ വരങ്ങളും ദാനങ്ങളും കിട്ടിയിട്ട് നിങ്ങൾ ഈ ലോകം മുഴുവൻ ഓടിയാലും
ഒരു പ്രയോജനവുമില്ല. ഉറപ്പാണ്. സ്നേഹിക്കാൻ പറ്റുമെങ്കിലേ നമുക്ക് അവരനെയും സ്നേഹിക്കാൻ പറ്റൂ. നിങ്ങൾ വരങ്ങൾ കൊണ്ട് അവരൻ എവിടെ വിഷമിച്ചിരിക്കുക. ഈ വിഷമം കാണണമെങ്കിൽ എനിക്ക് എന്ത് വേണമെന്നറിയാമോ? സ്നേഹം കിട്ടണമെങ്കിൽ ആത്മാവിന്റെ ഫലങ്ങളിൽ ആദ്യത്തതാണ് സ്നേഹം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എനിക്ക് ഒരു വ്യക്തിയെ സ്നേഹിക്കണമെങ്കിൽ എന്നെ ഞാൻ സ്നേഹം കൊണ്ട് നിറയ്ക്കണം. ഒരു വ്യക്തിയോട് എനിക്ക് കാരുണ്യം കാണിക്കണമെങ്കിൽ ഞാൻ കാരുണ്യം കൊണ്ട് നിറയണം. എങ്കിലേ എനിക്ക് അവരനെ, സഹോദരനെ, അടുത്തിരിക്കുന്ന വ്യക്തികളെ സ്നേഹിക്കാൻ പറ്റൂ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളായ എത്രണ്ണം? 9 അല്ലേ? 9 ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിക്കുന്നതാണ്. കർത്താവേ, നിന്റെ ഫലങ്ങളും ധാന്യങ്ങളും കൊണ്ട് നിറയ്ക്കണമേ. ലാസ്റ്റ് വേണോ വേണ്ടോ എന്ന് ചോദിച്ചിട്ടാ ഫലങ്ങളെ കുറിച്ച് പറയുന്നത്. ഫലങ്ങളാൽ നിറയണമേ എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം വരങ്ങൾ കൊണ്ട് നിറയണം. ഹല്ലേലൂയ. വരങ്ങൾ കൊണ്ട് നിറയുന്നതിന് മുമ്പ് ദാനങ്ങൾ കൊണ്ട് നിറയണം. ഇത് മൂന്നും ഒരുമിച്ച് പോകുമ്പോഴാണ് എനിക്ക് മറ്റൊരുവനെ, അപരനെ സ്നേഹിക്കുവാനും ആ വ്യക്തിയെ ആയിരിക്കുന്ന അവസ്ഥയിൽ ഉൾക്കൊള്ളുവാനും സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 13 അധ്യായം 1 മുതലുള്ള തിരുവചനം പറയുന്നുണ്ട്. അറിയാവുന്ന ഒരു വചനമാണ്. ഹല്ലേലൂയ. അറിയാവോ? സ്നേഹം സർവോത്കൃഷ്ടം. ഹല്ലേലൂയ. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. എനിക്ക് പ്രവചനപരം ഉണ്ടായിരിക്കുകയും സകല മലകളെ മാറ്റാൻ തക്ക വിശ്വാസം ഉണ്ടാകാനും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. അടുത്തടുത്ത് വരുന്ന വചനം വായിക്കണം. അവിടെ സ്നേഹം 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 എന്ന് പറയുന്ന സ്ഥലത്തെല്ലാം ബാലാമണി, അൽഫോൻസെ എന്ന് പറഞ്ഞിട്ട്, എന്റെ പേര് പറയരുത് കേട്ടോ നിങ്ങളാരും. ഹല്ലേലൂയ. ഷേർലി പറയണം സ്നേഹം. അത് വായിക്കണം. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല. ഷേർലി അനുചിതമായി പറയുന്നു. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പേര് വെച്ച് അതൊന്ന് ധ്യാനിക്കണം. ഹല്ലേലൂയ. ബാലാമണി അൽഫോൻസ അസൂയപ്പെടുന്നില്ല. ബാലാമണി അൽഫോൻസ എന്താണ്? സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. അങ്ങനെ എന്റെ പേര് വെച്ച് സ്നേഹം എന്ന സ്ഥലത്ത് ഓരോരുത്തരുടെയും പേര് വെച്ച് വായിച്ചാൽ, ധ്യാനിച്ചാൽ യഥാർത്ഥത്തിൽ ഒരു ധ്യാനമാകുന്നത്. ഹല്ലേലൂയ. അവസാനം പറയുന്നു സ്നേഹമാണ് സർവോത്കൃഷ്ടം. വിശ്വാസം, പ്രാർത്ഥന, സ്നേഹം, അതിലേറ്റവും വലുത് സ്നേഹമാണെന്ന് ഒരു കവിത പോലെ പറയുന്നത്. സ്നേഹമാണ് അഖിലസാര മൂടി. ഹല്ലേലൂയ. പ്രത്യാശയ്ക്ക് പ്രത്യാശ, പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥന. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സ്നേഹിക്കാൻ സാധിച്ചാൽ കർത്താവ് പറയുന്നത്, മിനിഞ്ഞാന്ന് വായിച്ചതിന്റെ ലേഖനത്തിൽ ഇങ്ങനെയാ പറഞ്ഞത്. എന്താണ് പറയുന്നത്? അല്ല, സുവിശേഷത്തിലെ, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ആരാണ് എന്റെ അയൽക്കാരൻ? കുടുംബത്തിലെ അയൽക്കാരൻ ആദ്യം നോക്കണം. ഹല്ലേലൂയ. തൊട്ടടുത്തുള്ളവരോട് നിൽക്കട്ടെ. എന്റെ അയൽക്കാരനായിട്ട് എന്റെ കുടുംബത്തിലുള്ള വ്യക്തികളെ എനിക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ, എനിക്ക് എന്റെ സുവിശേഷം കുടുംബത്തിൽ പറയാൻ പറ്റുന്നില്ലെങ്കിൽ, എന്റെ കുടുംബത്തിലുള്ളവരെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, നിന്റെ അടുത്ത് കിടക്കുന്നവരെ നീ തലകുത്തി പറഞ്ഞാലും സ്നേഹിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യം ഞാൻ കുടുംബത്തിലെ സുവിശേഷമായി മാറണം. ഹല്ലേലൂയ. അതിനുശേഷം ഞാൻ അയൽവക്കത്തേക്ക് ഇറങ്ങണം. അതിനുശേഷം നീ സമൂഹത്തിലേക്ക് ഇറങ്ങണം. അതിനുശേഷം നീ ലോകം മുഴുവനും ഓടി നടക്കണം. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ 3-5 മാസം മുമ്പ്, 5 മാസം മുമ്പ് സീനായിലെ പള്ളിയിൽ ഞാൻ ടോക്ക് എടുക്കാൻ പോകും. അപ്പൊ അവിടെ വന്നിട്ട് ബെത്ലഹേം ടിവിക്കാരൻ, ബെത്ലഹേം കോട്ടയത്താണ്. കോട്ടയംകാരെങ്കിലും ഉണ്ടോ? ആ, കോട്ടയത്തുണ്ട് ബെത്ലഹേം ടി വി. എന്തോ? അതെ. അപ്പോ ഇദ്ദേഹം ആ സീനായി ചെന്നിട്ട് അതെന്തോ ടെലികാസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് അത് ബെത്ലഹേം ടി വി, എന്റെ ടോക്ക് ബെത്ലഹേം ടി വിയിൽ ഇട്ടു. അത് ഇട്ടപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞു, പെണ്ണ് കെട്ടാൻ വേണ്ടി പത്തി താഴ്ത്തി വെച്ചൊരു മനുഷ്യനായിരുന്നു എന്റെ ഭർത്താവ്. എന്റെ ഭർത്താവ് കെട്ടിയിരുന്നില്ല, എന്റെ ചേട്ടൻ. ഞാൻ
ചേട്ടനെ പറയത്തുള്ളൂ. പക്ഷെ അവരതെന്ത് ചെയ്തു? പെണ്ണ് കെട്ടാൻ വേണ്ടി 10 താഴ്ത്തി വെച്ച മൂർഖം പാമ്പായിരുന്നു എന്നെ കെട്ടിയത്. ഒന്ന് നോക്കി നോക്കണേ, പെണ്ണ് കെട്ടാൻ വേണ്ടി 10 താഴ്ത്തി വെച്ച മൂർഖൻ പാമ്പായിരുന്നു എന്നെ കെട്ടിയത്. അപ്പൊ ഇതെല്ലാം നോക്കിക്കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സങ്കടം വന്നു. എന്നെ കെട്ടിയത് ഞാൻ മൂർഖൻ പാമ്പൻ രാജകുമാരി ആക്കിയല്ലോ ഓർത്തപ്പോ. അപ്പൊ എനിക്ക് അതുമല്ല, കുറെ പേര് കണ്ടിട്ട് എന്നോട് പറഞ്ഞു, ചേച്ചി അത്രയും വേണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എന്റെ പിള്ളേരെങ്ങാനും കണ്ടാന്ന് വെച്ചാൽ മരിച്ചു പോയിട്ട് ആ മനുഷ്യന് സൗകര്യം കൊടുക്കുന്നില്ലോ എന്ന് വിചാരിക്കേതോർത്ത് ഞാൻ ഈ മനുഷ്യനെ വിളിച്ചു. ബത്ലഹേം ടിവിയിലേക്ക് യൂട്യൂബ് ചാനൽ എടുത്ത് ഞാൻ ഇങ്ങനെ ഫോളോ ചെയ്ത് അയാളുടെ നമ്പർ എടുത്തിട്ട് ഞാൻ പറഞ്ഞു, മോനെ ഞാൻ പറഞ്ഞതുപോലെ മാത്രം എഴുതിയാൽ മതി കേട്ടോ, അതിൽ കൂടുതലായിട്ടൊന്നും എഴുതരുത്. അതുകൊണ്ട് ഇത് വായിച്ചിട്ട് കുറെ പേർക്ക് അശ്വസ്ഥ, എനിക്ക് ഭയങ്കര വിഷമാണ്, എത്രയും പെട്ടെന്ന് അത് മാറ്റണം എന്ന് പറഞ്ഞു. ഓക്കെ ചേച്ചി മാറ്റാന്ന് പറഞ്ഞ് ആ മൂർഖൻ പാമ്പ് മാറ്റി, പിന്നെ 10 താഴ്ത്തി വെച്ച പാമ്പായിരുന്നു മാറ്റി. ഞാൻ പറഞ്ഞു പറ്റിയല്ല, അത് വേണ്ട അത് മാറ്റാൻ പറഞ്ഞു. അങ്ങനെ അത് മാറ്റിയിട്ട് ഇപ്പൊ പറയുന്നത് ഇന്ത്യ മുഴുവൻ പാഞ്ഞു നടക്കുന്ന, റോക്കറ്റ് പോലെ പാഞ്ഞു നടക്കുന്ന മിഷനറിയായ വല്യമ്മച്ചി. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. വല്യമ്മച്ചി എന്ന് പറഞ്ഞാലും വേണ്ട, അമ്മൂമ്മ എന്ന് പറഞ്ഞാലും വേണ്ടില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ഉദ്ദേശിച്ചത് വിവാഹം കഴിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പഴയകാല സ്വഭാവങ്ങൾ താഴ്ത്തി വെച്ചു, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അത് രാജകുമാരി മൂർഖപാപം ആകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറയുന്നത് വേറൊരു തരത്തിലാവുമ്പോൾ അനേകർക്ക് അത് ഡിസ്റ്റർബ് ആവും. അതുകൊണ്ടാണ് പറയുന്നത്, എന്റെ അധരങ്ങളിൽ നിന്ന് വരുന്നത് ഞാൻ ആർക്കെങ്കിലും മുറിപ്പെടുത്തുന്ന വാക്കുകളോ വാക്യങ്ങളോ എന്തെങ്കിലും ആയിത്തീർന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ 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 കുമ്പസാരക്കൂട്ടിലേക്ക് ഓടണം. കുമ്പസാരക്കൂട്ടിലേക്ക് ഓടണം. പ്രിയപ്പെട്ടവരെ, ഒരു മാസത്തില് 2-3 പ്രാവശ്യം കുമ്പസരിക്കുന്നവരൊന്ന് കൈകൊണ്ടിച്ച് വിശുദ്ധരൊക്കെ ദിനം അനുനിമിഷം സെക്കൻഡ് പോയിട്ടാണ് കുമ്പസരിക്കുന്നത്. ഒരു ദിവസം ഞാൻ എൻ്റെ കോഴിക്കോട് വലിയൊരു പള്ളിയുണ്ട്. അപ്പോൾ 2 ദിവസം മുമ്പ് കുമ്പസരിച്ചു. വീണ്ടും ഞാൻ ചെന്നപ്പോൾ ഈ അച്ഛൻ എന്നോട് ചോദിക്കുകയല്ലേ, എന്താണെന്ന് ചോദിച്ചത്, ചേച്ചി 2 ദിവസം മുമ്പല്ലേ കുമ്പസരിച്ചേ? നമ്മൾ അതേ അച്ഛാ, മനുഷ്യനല്ലേ അച്ഛാ, വിശുദ്ധന്മാർ മിനിറ്റിന് സെക്കൻഡ് കുമ്പസരിക്കും. പിന്നെയാണ് ഞാൻ. അപ്പൊ അച്ഛൻ ഓർമ്മ വെച്ചിരിക്കുക ഞാൻ എപ്പോഴൊക്കെ കുമ്പസരിക്കാൻ പോകണമെന്ന്. ഞാൻ പറഞ്ഞ അച്ഛ, മനുഷ്യനായ മക്കൾക്ക് തെറ്റുപറ്റാത്ത നിമിഷങ്ങളും സെക്കൻഡുകളും ഇല്ല, അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് വന്നതാ അച്ഛ. ഓക്കെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, തെറ്റുപറ്റാത്തവരായിട്ടായില്ല, പക്ഷേ തെറ്റുപറ്റിയാൽ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ വന്ന് മുഴങ്കാൽ മടക്കി കർത്താവിനോട് പറയണം, എന്ത് കർത്താവേ, എനിക്ക് തെറ്റുപറ്റി കേട്ടോ, ഞാൻ തെറ്റുകാരനാണ് തെറ്റുകാരിയാണെന്ന് പറഞ്ഞ് വീണ്ടും വിശുദ്ധീകരിച്ച് വീണ്ടും ദൈവത്തിന്റെ പക്കലേക്ക് അനുതാപത്തോടുകൂടെ ഓടിയെടുക്കുമ്പോൾ ദൈവാനുഗ്രഹം. ഒന്ന് നമ്മുടെ പണ്ടത്തെ വീട് ഇല്ലേ ചേട്ടാ, മെഴുകുന്ന വീടുണ്ടായിരുന്നു. ചേട്ടൻ മെഴുകുന്ന വീട്ടിൽ താമസിച്ചിട്ടുണ്ടോ? ചേട്ടൻ താമസിച്ചിട്ടുണ്ടോ? ചാണകം കൊണ്ട് മെഴുകുന്ന വീട്ടിൽ താമസിച്ചിട്ടുണ്ടോ? ഇല്ല. ഞാനും താമസിച്ചിട്ടുണ്ട്. ഇത് പറയാൻ കാരണം, ഈ ചാണകവും കരിയൊക്കെ ഇട്ട് മെഴുകി അതൊന്ന് അടിച്ചു മാറി കഴിയുമ്പോൾ നമുക്കത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്, അല്ലേ? എന്തൊരു സന്തോഷമാണെന്നറിയോ? ഇതിനേക്കാൾ ഏറെയാണ് എന്റെ ഹൃദയത്തില് ഞാൻ കുമ്പസാരക്കൂട്ടിൽ ചെന്ന് അവിടെ ഒന്ന് കഴുകി വൃത്തിയാക്കി, കരിയും ചാണകവും ഒക്കെ കൂടെ ഇട്ട് മെഴുകി വൃത്തിയാക്കി ഒന്ന് അടിച്ചു വാരി കഴിയുമ്പോൾ ആ കുമ്പസാരക്കൂട്ടിലേക്ക് നിന്ന് നമ്മളൊന്ന് ഇറങ്ങി നോക്കിക്കേ, എന്തൊരു അനുഭൂതിയാണെന്നറിയാവോ? ഞാൻ എന്റെ അനുഭവം പറയുന്നത് കേട്ടോ. പ്രിയപ്പെട്ടവരെ, സത്യമാണത്. അതുകൊണ്ട് നമ്മൾ ഉപവസിക്കുമ്പോൾ ഭക്ഷണ പദാർത്ഥങ്ങൾ മാറ്റാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതോടൊപ്പം ഇതിനകത്ത് വായിച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം പറയുന്നുണ്ട്, എന്താണ്? ഞാൻ നഗ്നനായിരുന്നു, ഞാൻ രോഗിയായിരുന്നു, ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, തടവറയിലായിരുന്നു, എന്നെ നീ വന്ന് കണ്ടില്ല, എന്നെ നീ ഉടുപ്പിച്ചില്ല, എനിക്ക് നീ ഭക്ഷണം തന്നില്ല ഒക്കെ പറഞ്ഞിട്ട് പറയുകയാണ്, ഈ ചെറിയവരിൽ ഒരുവന് നീ ഇത് ചെയ്തു കൊടുത്ത
കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന്. ലാസറിനോട് ധനവാൻ എന്തെങ്കിലും ചതി ചെയ്തോ? ഇല്ല. ചെയ്തോ? ഇല്ലെന്നേ. അവനോട് ഒരു ചതിയും ചെയ്തില്ല. പാവം ആ പടിവാതിൽ കിടക്കാൻ കൂടെ അനുവദിച്ചു. പക്ഷേ അവനെ കണ്ടില്ല. കാണേണ്ടതുപോലെ ധനവാൻ ലാസറെ കാണാത്തത് കൊണ്ടാണ് നരകക്കുഴിയിലേക്ക് ധനവാൻ പോയത്. ഹല്ലേലൂയ. നമ്മൾ അങ്ങനെയൊന്നും പോകല്ലേ. കാണേണ്ടതുപോലെ കണ്ടേച്ച് പോയേച്ചാ മതി കേട്ടോ. ഹല്ലേലൂയ. ഒന്നും വാരിക്കൂരി കൊടുക്കണമെന്നും പറയുന്നില്ല. ഒരു പുഞ്ചിരിയെങ്കിലും നിനക്ക് കൊടുക്കാൻ പറ്റിയാൽ, ഒരു ചെറു ചിരിയെങ്കിലും നിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തിക്ക് കൊടുക്കാൻ പറ്റിയാൽ ഏറെ ഗുണമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കടന്നു വന്ന് നമ്മളെ ശക്തിപ്പെടുത്തുകയും നമ്മളെ വളർത്തുകയും ഉയർത്തുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ കൂടെ വ്യാപരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാവും. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ മുൻപിൽ ഇന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ കൃപയല്ലാതെ മറ്റൊന്നുമല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ മക്കള് പറയും, ഈ അമ്മയ്ക്ക് കർത്താവിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മറ്റാരെയും വേണ്ടെന്ന്. ഹല്ലേലൂയ. എന്റെ അനിയത്തി ഓപ്പറേഷൻ ചെയ്ത് കിടക്കുമായിരുന്നു. എന്നോട് ചോദിച്ചു പോയി നിൽക്കാവോന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് കോട്ടയിലും ഡിവൈനിലും പോകണം, എനിക്ക് 4-5 ദിവസം, ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ വരുള്ളൂ. നിനക്ക് അത് മാറ്റി വെച്ചിട്ട് എൻ്റെ അടുത്ത് വന്ന് നിന്നൂടെ? നമ്മൾ കാശ് കൊടുത്ത ആരെ വേണേലും കിട്ടും, പക്ഷെ എനിക്ക് കിട്ടുന്നത് നിന്റെ അടുത്ത് നിന്നാൽ കിട്ടത്തില്ല, ഇവിടെ വന്നാലേ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് മുങ്ങി. ഹല്ലേലൂയ. ഹല്ലേലൂയ. പക്ഷെ അവരുടെ ഓപ്പറേഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവരെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. അല്ല, ഞാൻ പറഞ്ഞത് എന്റെ കാര്യത്തില് എനിക്ക് വേണ്ടത് കിട്ടേണ്ടടുത്ത് ചെന്നാലേ എനിക്ക് കിട്ടത്തുള്ളൂ. അനിയത്തിയുടെ ഇവിടെ പോയി നിന്നാലോ മറ്റെവിടെ പോയി നിന്നാലും ഇവിടുന്ന് കിട്ടുന്നത് എനിക്ക് അവിടെ കിട്ടുകയില്ല. കിട്ടുമോ? ഇല്ലെന്നേ. ഹല്ലേലൂയ. എന്തോ എന്നെ പറയണേ, കിട്ടേണ്ട സ്ഥലത്ത് പോയി കിട്ടേണ്ടത് മേടിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ശക്തി പ്രാപിച്ചിട്ട് വേണം നമ്മള് പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഏതായാലും ഇവിടെ ഉപവസിക്കുന്ന അനേകരുണ്ട്. ഒരു നേരം എടുക്കുന്നവരുണ്ട്, ഫുൾ എടുക്കുന്നവരുണ്ട്. ദൈവം അവരെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവം നമ്മുടെ കൂടെയായിരിക്കുകയാണ്. കൂടെയായിരിക്കുക. ഈ സക്രാരിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ചെറിയൊരു അപ്പത്തിന്റെ രൂപത്തിൽ നമ്മുടെ മുൻപിലാഗതനായിരിക്കുന്ന ക്രിസ്തുവിനെ സ്നേഹിക്കുവാൻ നിനക്ക് സാധിച്ചാൽ ക്രിസ്തുവിന്റെ കയ്യിലിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിനക്ക് ലഭിക്കും. ഒരിക്കലും ഒരു കഥ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇങ്ങനെയാണ്, ഒരു വിരുന്നിന് വിളിച്ചു. അപ്പൊ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് രാജകൊട്ടാരത്തിൽ നിന്ന് എടുക്കാമെന്ന്. ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും, വിലപിടിപ്പുകളെല്ലാം ഉണ്ട് അവിടെ, എന്ത് വേണമെങ്കിലും എടുക്കാം. എല്ലാവരും വാരിക്കോരി എടുക്കാൻ തുടങ്ങി. എടുത്ത് എല്ലാം എങ്ങനെ കൊണ്ടുപോകാൻ, വണ്ടി വിളിച്ചാൽ പോലും കൊണ്ടുപോകാൻ പറ്റും, അത്രയ്ക്ക് സാധനങ്ങൾ വാരിക്കൂട്ടി. അപ്പൊ ഒരു വ്യക്തി മാത്രം മിണ്ടാണ്ട് നിൽക്കുകയാ. ഒന്നും എടുക്കുന്നില്ല, ഒന്നും തൊടുന്നുമില്ല, ഒന്നുമില്ല. പ്രിയപ്പെട്ടവരെ, അവസാനം ഈ വ്യക്തിയോട് രാജാവ് ചോദിച്ചു, നീ എന്താണ് ഒന്നും എടുക്കാത്തത്? കുട്ടി പറഞ്ഞ ഒരൊറ്റ ഉത്തരമാണ്. എന്താന്നാ പറഞ്ഞേ? എനിക്ക് രാജാവിനെ മതി, ബാക്കിയുള്ളവരെല്ലാം എടുത്തു, പക്ഷെ എനിക്ക് രാജാവിനെ മതി. എനിക്ക് രാജാവിനെ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം എനിക്ക് കിട്ടും. ഇതേപോലെ എനിക്ക് കിട്ടേണ്ടത് യേശുക്രിസ്തുവിനെ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലൂടെ കടന്നു പോകേണ്ട ഓരോ നിമിഷവും ദൈവം നമ്മളെ ശക്തിപ്പെടുത്തുകയും ദൈവത്തിന്റെ അനുഗ്രഹങ്ങള്, ദൈവത്തിന്റെ കൃപകള് എനിക്ക് ലഭിക്കുകയും ചെയ്തു. അല്ലാതെ ഓടി നടന്നിട്ട് ഒരു കാര്യവുമില്ല. അത് തൊടേണ്ടവനെ തൊടുക, കിട്ടേണ്ടവനെ കിട്ടിക്കഴിഞ്ഞ് ലഭിച്ചു കഴിഞ്ഞാൽ അവനെ മുറുകെ പിടിക്കുക. നഷ്ടപ്പെടുത്താൻ ഒരു ശക്തിക്കും വ്യക്തിക്കും വിട്ടുകൊടുക്കരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യോസേപ്പ് പിതാവിന്റെയും ജീവിതത്തിൽ കർത്താവ് നഷ്ടപ്പെട്ടു പോയില്ലേ? യേശുവിന്റെ കാണാതാകുന്ന ഒരവസ്ഥ അല്ലേ? എത്രമാത്രം ആ വിശുദ്ധ യോസേപ്പ് പിതാവും മാതാവും വേദനിച്ചത്. അവരുടെ ജീവിതത്തിൽ ഈശോ നഷ്ടപ്പെട്ടുവെങ്കിൽ എന്റെ ജീവിതത്തിലും നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും അനുദിനം നഷ്ടപ്പെട്ടു പോയെന്ന് അനുദിനം വിചിന്തനം ചെയ്ത് നഷ്ടപ്പെട്ടു പോയ വഴികളിലൂടെ വീണ്ടും തിരിച്ചു നടന്ന് ആ നഷ്ടപ്പെട്ടു പോയ യേശുവിനെയും കൂടെ കൊണ്ടുവന്ന് നമ്മുടെ ജീവിതം വീണ്ടും പുനരാരംഭിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ അനന്തമായ സ്നേഹമാണ്, അനന്തമായ കരുണയാണ്
ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥിക്കുന്ന, ഒരുമിച്ച് കൂടുന്ന ഇടം. സെഹിയോൻ ശാലയിൽ പ്രാർത്ഥിച്ചിരുന്ന കന്യകാമാതാവിന്റെയും ശിഷ്യന്മാരുടെയും മേൽ പരിശുദ്ധാത്മാവ് എപ്പോഴാണ് ഇറങ്ങി വന്നത്? എപ്പോഴാണ് ഇറങ്ങി വന്നേ? ഒരു മനസ്സോടെ ഐക്യപ്പെട്ട് എല്ലാവരും ഒരേ സ്വരത്തിൽ പ്രാർത്ഥിച്ചോടെ പരിശുദ്ധമ വലുതാണെന്നോ ശിഷ്യന്മാര് വലുതാണെന്നോ ഒരു ചിന്തയില്ലാതെ എല്ലാവരും ഒരേപോലെ ഒരേ ചിന്തയിൽ പ്രാർത്ഥിച്ചപ്പോഴാണ് അഗ്നിനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ആദ്യത്തെ മധ്യസ്ഥ പ്രാർത്ഥന മിനിസ്ട്രി തുടങ്ങിയത് പരിശുദ്ധ അമ്മയാണ്. അത് സെഹിയോൻ ഊട്ടിശാലയിലാണ്. ഹല്ലേലൂയ. ഇതും ഒരു സെഹിയോൻ ഊട്ടിശാലയാണ്. ഇവിടെ ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും ആ വലിയൊരു എന്താ പറയുക ശക്തിയിലൂടെ ആയിരിക്കണം നാം ഓരോരുത്തരും. പുറകിലിരുന്നോ എവിടെ നിന്നായാലും അസ്വസ്ഥത ഉണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ, നമുക്ക് കിട്ടിയിരിക്കുന്ന ശക്തി, ആത്മാവിന്റെ ശക്തി, ആ പ്രചോദനം നഷ്ടപ്പെടുത്താതെ നമ്മുടെ ജീവിതത്തിലെ ഉടനീളം കൊണ്ടു നടക്കുവാൻ പറ്റുന്നതായിരിക്കണം ആ ദൈവത്തിന്റെ കൃപ. ഇനി പരിശുദ്ധ ജപമാല. ഒരിക്കലും ഒരു ഗ്രൂപ്പിൽ ചെന്നപ്പോൾ അവരിങ്ങനെയാണ് കൈവിരല് കൊണ്ട് ജപമാല ചെല്ലുന്നത്. കൈവിരല് കൊണ്ട് ചെല്ലുന്നത് ജപമാലയല്ല. നിങ്ങൾ ജപമാല ചെല്ലുന്നുണ്ടെങ്കിൽ ജപമാല പിടിച്ചു തന്നെ വേണം ജപമാല ചെല്ലാൻ. അറിയില്ല, ജപമാല എന്ന് പറയുന്നത് 10 മണി കൊന്തയല്ല. ഇത് പറയാൻ കാരണം പലരും ജപമാലകൾ കൈകളിൽ ഇല്ലാതെ ജപമാല ചെല്ലുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ ഗ്രൂപ്പിൽ ചോദിച്ചു, എന്താണ് ജപമാല ചെല്ലാൻ എടുക്കാത്തത്, കൈകളിൽ എടുക്കാത്തത്? കൊണ്ടുവന്നില്ല, മറന്നുപോയി. അപ്പൊ ഞാൻ ചോദിച്ചു, ഒരു യുദ്ധം നടക്കുകയാണ്, യുദ്ധത്തിന് മുമ്പ് കയ്യിൽ വീശി ആരെങ്കിലും പോവോ? ഇല്ല. എന്തുകൊണ്ടോ? എന്തുകൊണ്ട്? ആയുധം കൊണ്ടുപോകും. ആയുധമില്ലാതെ യുദ്ധം വിജയിക്കുകയില്ല. കൊന്ത കൊണ്ടുപോകുന്നു. കൊന്ത ഒരു ആയുധം കേട്ടോ, അവൻ പറഞ്ഞെങ്കിൽ അത് സത്യമാണ്. ആയുധം കൊണ്ടുവേണം യുദ്ധം വിജയിക്കണമെങ്കിൽ. ആയുധം ഇല്ലെങ്കിൽ നിന്റെ തല പോകും. ഹല്ലേലൂയ. ആയുധമില്ലാതെ യുദ്ധത്തിന് പോയാൽ യുദ്ധം പരാജയപ്പെടും. ഇനി ഈ ലോകത്തിൽ നാം യുദ്ധത്തിനിറങ്ങിയിരിക്കുകയാണ്. പല മേഖലകളിലും യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധത്തിൽ നാം വിജയിക്കണമെങ്കിൽ ആയുധമായ മഹാവജ്രായുധമായ സ്ഫോടക വസ്തുവായ ജപമാല നമ്മുടെ കൈകളിൽ ഉണ്ടായിരിക്കണം. ജപമാല ചെല്ലുമ്പോൾ മണികൾ ഉരുവിടുന്നത്, പ്രിയപ്പെട്ടവരെ, അത് ഓരോ സ്ഫോടക വസ്തുക്കളാണ്. ഏത് നിയോഗത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നുവോ ആ നിയോഗത്തിന് വേണ്ടി ആഞ്ഞടിക്കുന്ന ഒരു അനുഭവം ഉണ്ടാവും. ഹല്ലേലൂയ. അതിനുശേഷം ആ ഗ്രൂപ്പിൽ എല്ലാവരും കൊന്ത കൊണ്ടുവരാൻ തുടങ്ങി. ഹല്ലേലൂയ. ഒരു വാക്കേ പോയുള്ളൂ, എന്താണ് കൊന്ത കൊണ്ടുവരാത്തത്? അപ്പൊ മറന്നുപോയി. മറക്കാൻ പാടില്ലാത്തത് കൊന്ത മറക്കരുത്. ഇന്ന് പെന്തിക്കോസ്തുകാർ പോകുമ്പോൾ ഈ ബൈബിൾ എല്ലാം കൊണ്ടുപോകും കേട്ടോ. അവർക്കൊരു നാണമില്ല. പക്ഷേങ്കില് നമ്മള് ധ്യാനത്തിന് പോകുമ്പോൾ എല്ലാം എടുത്തു വെക്കും. 5-10 ജോഡി ഡ്രസ്സ് എടുത്തു വെക്കും, ഇല്ലേ? എന്തൊക്കെ സാധനങ്ങൾ വേണമോ അതെല്ലാം എടുത്തു വെക്കും. പക്ഷെ നടന്നു കഴിയുമ്പോൾ ഒന്നേ ഒഴിവാക്കുള്ളൂ. എന്താ മോനെ? ഹല്ലേലൂയ. അല്ല, സത്യം പറഞ്ഞു, ഞാൻ കളകരം പറഞ്ഞതല്ല. എല്ലാം നിറയ്ക്കും, ബാഗിൽ മുഴുവൻ നിറയ്ക്കും. നിറച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഒഴിവാക്കി വെക്കുന്ന ഒരാളെ ഉള്ളൂ, ബൈബിൾ. ബൈബിൾ എന്ന് പറഞ്ഞാലാ നമ്മൾ എവിടേക്കാ പോണേ? യേശുവിനെ കാണാൻ പോവുകയാ. പക്ഷെ യേശുവിനെ വീട്ടിനകത്ത് വെച്ചേച്ച് യേശുവിന്റെ അടുത്തേക്ക് ഓടി വരിക. പെന്തിക്കോസുകാരുണ്ടല്ലോ, ഇത് പരസ്യമായിട്ട് പിടിച്ചിട്ടാ പോവുക. ഹല്ലേലൂയ. പരസ്യമായിട്ട് ബൈബിൾ പിടിച്ചോണ്ടാണ് അവർ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ നമുക്ക് പരസ്യമായിട്ട് ഇന്ന് കൊന്ത ചെല്ലാൻ ട്രെയിനിലോ ബസ്സിലോ കയറിക്കോ കൊന്ത ചെല്ലാൻ നാണമുള്ളവരുണ്ട്. നാണം ഉണ്ടെന്നേ. ഇത് തുണിയുടെ ഉള്ളിലൊക്കെ വെച്ചിട്ടാ കൊന്ത ചെല്ലുന്നേ, അല്ലെങ്കിൽ ബാഗിന്റെ ഉള്ളിലിട്ടിട്ട് കൊന്ത ചെല്ലുന്നവരുണ്ട്. പരസ്യമായിട്ട് കൊന്ത ചെല്ലുന്നവരും ഉണ്ട്. ഹല്ലേലൂയ. പക്ഷെ നമുക്ക് നാണമാണ്. എന്ത്? പരസ്യമായിട്ട് വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ കൊന്ത ചെല്ലാനും പരസ്യമായിട്ട് ബൈബിൾ വെച്ച് അവിടെ വണ്ടിയിലോ ട്രെയിനിലോ ഇരുന്ന് ബൈബിൾ വായിക്കാനും നമുക്ക് നാണമാണ്. പക്ഷെ പെന്തിക്കോസ്തുകാർക്ക് ഒരു നാണവുമില്ല. അവർ പരസ്യമായിട്ട് ബൈബിൾ പ്രഘോഷിക്ക് തെരുവിൽ നിന്നോട് പരസ്യമായിട്ട് പറയും. ഇപ്പൊ സീറോ മലബാറും തുടങ്ങി തെരുവ് ഔട്ട് ടീച്ചിങ് തുടങ്ങിയിട്ടുണ്ട്. കാരണം ബൈബിൾ പിടിച്ചു ഉയർത്തി വചനം പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഔട്ട് ടീച്ചിങ്ങില്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കുക, സറണ്ടർ ചെയ്യുക. കർത്താവിന്റെ അമ്മ അതാ പറഞ്ഞത് അല്ലേ? ഗബ്രിയേൽ ദൂതൻ വന്ന് പറഞ്ഞു, കൃപ നിറഞ്ഞ ദൈവകൃപ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി. ഇന്ന് നീ ഇന്ന് നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും എന്ന് പറഞ്ഞു അല്ലേ? ആദ്യം അസ്വസ്ഥത വന്നെങ്കിലും പിന്നീട് പരിശുദ്ധ കന്യകാമറിയം എന്ത് ചെയ്തു? ഇതാ കർത്താവിന്റെ ദാസി. ഓക്കെ, അങ്ങനെ പറയാനായിട്ട് നമുക്ക് സാധിക്കണം. നമുക്ക് എഴുന്നേൽക്കാം, ദൈവത്തിന്റെ മുൻപിൽ എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അങ്ങയുടെ മുൻപിലേക്ക് പ്രിയപ്പെട്ട മക്കളെ ചേർത്ത് വെക്കുകയാണ്. ഈ ഉപവാസ പ്രാർത്ഥന തുടങ്ങിയ നിമിഷം മുതൽ ഈ നിമിഷം വരെ ശാരീരികവും മാനസികവും ആത്മീയവും ആ എല്ലാ അവസ്ഥകളിലേക്കും കർത്താവെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. കർത്താവെ, ഗോകുൽത്തായിൽ ചിന്തിയ ആ പരിശുദ്ധ രക്തത്താൽ മക്കളെ ഓരോരുത്തരെയും കഴുകി വിശുദ്ധീകരിക്കണമേ. ഞങ്ങളെ കൂട്ടായ്മ